തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധ. കരങ്ങൾ ഉയർത്തിയടിച്ച് പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ദൈവമേ, നിന്റെ വിശുദ്ധ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ കഥകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 27-ാം സങ്കീർത്തനം. ബർഗ്മോർ, കർത്താവിൻ്റെ പ്രകാശം എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? കർത്താവ് എൻ്റെ ജീവൻ്റെ ബലമാകുന്നു. ആരെന്നെ ഭയപ്പെടുത്തും? എൻ്റെ ശത്രുക്കളും എന്നെ വെറുക്കുന്നവരുമായ ദുഷ്ടന്മാർ എൻ്റെ മാംസം ഭക്ഷിപ്പാൻ എങ്കിലേക്ക് അടുത്തപ്പോൾ അവരൊരുമിച്ച് മറിഞ്ഞു വീണുപോയി. ഒരു സൈന്യം എനിക്ക് വിരോധമായി പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എൻ്റെ നേരെ യുദ്ധമുണ്ടായാലും ഞാൻ ധൈര്യമായിരിക്കും. ഞാൻ കർത്താവിനോട് ഒരു കാര്യം യാചിച്ചു, ഞാൻ അന്വേഷിക്കുന്നത് അത് തന്നെയാകുന്നു. എൻ്റെ ആയുഷ്കാലമെല്ലാം ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ വസിച്ച്
കർത്താവിൻ്റെ സൗന്ദര്യത്തെ കണ്ട് തൻ്റെ ആലയ കാര്യം ക്രമീകരിക്കണമെന്നുള്ളതാകുന്നു. എന്തെന്നാൽ അനർത്ഥ നാളിൽ തൻ്റെ പാർശ്വത്തിൽ താൻ എന്നെ ഒളിപ്പിച്ച് തൻ്റെ കൂടാരത്തിൻ്റെ നിഴലിൽ എന്നെ മറയ്ക്കും. പാരമേൽ എന്നെ ഉയർത്തുകയും ചെയ്യും. ഇനിമേൽ എന്നെ ചുറ്റിയിരിക്കുന്ന എൻ്റെ ശത്രുക്കളുടെ നേരെ എൻ്റെ ശിരസ് ഉയർത്തപ്പെടും. തൻ്റെ കൂടാരത്തിൽ ഞാൻ മഹത്വ ബലികൾ അർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചു പാടും. കർത്താവേ, ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗ്രഹിച്ച് എന്നോട് കരുണ ചെയ്ത് എന്നോട് ഉത്തരമല്ലണമേ. എൻ്റെ ഹൃദയം നിന്നെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ മുഖം തിരുമുഖത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുമുഖം എന്നിൽ നിന്ന് തിരിച്ചു കളയരുതേ. നിന്റെ ദാസനെ ക്രോധത്തോടെ ഞെരുക്കുകയും അരുതേ. കർത്താവേ, നീ എനിക്ക് സഹായിയായിരിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷകനെ, നീ എന്നെ ത്യജിക്കുകയും ഉപേക്ഷിക്കുകയും അരുതേ. എന്തെന്നാൽ എൻ്റെ പിതാവും എൻ്റെ മാതാവും എന്നെ ഉപേക്ഷിച്ചിട്ടും കർത്താവ് എന്നെ സ്വീകരിച്ചു. കർത്താവേ, നിന്റെ വഴി എന്നെ പഠിപ്പിച്ച് നിന്റെ നേരായ പാതകളിൽ കൂടെ എന്നെ നടത്തണമേ. എൻ്റെ ശത്രുക്കൾക്ക് എന്നെ നീ ഏൽപ്പിക്കരുതേ. എന്തെന്നാൽ കള്ളസാക്ഷികൾ എനിക്ക് വിരോധമായി എഴുന്നേറ്റ് അസത്യം സംസാരിച്ചു. ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മകളെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ കർത്താവിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ശക്തിപ്പെടും. അതേ, കർത്താവിൽ ആശ്രയിപ്പിൻ. ആമീൻ. ദൈവമേ, സ്നേഹിക്കുമാകുന്നു. ബാറക്കുമോർ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെൻറ് ജോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ലോകം മുഴുവനുമുള്ള സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി ജീവൻ്റെ വചനം എന്ന ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ 100ാമത് എപ്പിസോഡ് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസനാധിപനും തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായിരിക്കുന്ന അഭിനന്ദ പിതാവായ സക്കറിയാസ് മാർ പീലക്സിസ് തിരുമൻസുകൊണ്ട് വചന ശുശ്രൂഷ നൽകി ഈ മഹാപ്രസ്ഥാനത്തിന് ആശംസകൾ നേർന്ന് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അഭിനന്ദ പിതാവായ സക്കറിയാസ് മാർ പീലക്സിസ് തിരുമൻസിനെ ജീവൻ്റെ വചനമെന്ന ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ 100ാമത് എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം തൃക്കരം മുത്തി സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, സെൻറ് ജോൺസ് മിഷനിലൂടെ ദൈവം ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് സെൻറ് ജോൺസ് മിഷൻ്റെ 25ാമത് വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ വേളയിലും ഈ വചന ശുശ്രൂഷയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 100ാമത്തെ എപ്പിസോഡ് പൂർത്തിയാക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി യേശു അപ്പോസ്തലന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രബോധനം, പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സുവിശേഷത്തിൻ്റെ പ്രഘോഷണം ലോകത്തിന് നൽകുന്നത് രക്ഷയുടെ പുതിയ ഒരു ലോകം തുറക്കുകയാണ്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ഒരു ശുശ്രൂഷയായിട്ട് ഇതിനെ നമ്മൾ കാണും. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പ്രത്യേകത എന്താണ്? ഒന്ന്, ക്രിസ്തു മരണത്തെ ജയിച്ച ശേഷമാണ് മരണത്തിൻ്റെ കീഴിൽ, പാപത്തിൻ്റെ കീഴിൽ മരണത്തെ ഭയപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിനൊരു അന്ത്യമുണ്ട് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അന്ത്യമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. കഷ്ടത നിറഞ്ഞൊരു ലോകത്തിൽ നിന്ന് സന്തോഷകരമായ അനുഭവത്തിലേക്കുള്ള ഒരു പരിവർത്തനമാണ്
എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ പ്രഘോഷണം നൽകുന്നത്. അത് അപ്പോസ്തലന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ ലോകം മുങ്ങും പോയി സകല സൃഷ്ടിയോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. അതുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ അപ്പോസ്തോലിക സഭകളുടെ ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ സുവിശേഷം അത് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രബോധിപ്പിക്കുക, പ്രഘോഷിക്കുക. ഈ പ്രഘോഷണത്തിലൂടെ ക്രിസ്തു ആരാണെന്നറിയാനും പ്രബോധനത്തിലൂടെ ക്രിസ്തുവിലേക്ക് വളരുവാനുമായിട്ടാണ് സത്യത്തിൽ സഭ സംസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ലക്ഷ്യം അതാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമായി ഓരോ വ്യക്തിയെയും പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച് ഒട്ടിച്ചു ചേർത്ത് ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക. ചുരുക്കി പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു സഭയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ ജീവിതായുഷ്കാലത്തിലൂടെ തുടരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ദൗത്യം കൂടി ഈ സുവിശേഷ ശുശ്രൂഷയുമായി ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളമുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ രോഗികളെ സുഖപ്പെടുത്തും. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യമാണ് സുവിശേഷ ശുശ്രൂഷയോട് ചേർത്ത് നമുക്ക് നൽകുന്നത്. ഒന്ന് ഹീലിംഗ്, മറ്റൊന്ന് ഡെലിവറൻസ്. ഒന്ന് വിമോചനവും മറ്റൊന്ന് സൗഖ്യ ശുശ്രൂഷയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ ജീവിതത്തിലെ സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം തന്നെ സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ് സൗഖ്യം കൊടുക്കുക എന്നുള്ളത്. അത് 3 തലത്തിലാണ് ഈ സൗഖ്യ ശുശ്രൂഷ നിലനിൽക്കുന്നത്. ഒന്ന് ആത്മാവിൻ്റെ മേഖലയിലുള്ള സൗഖ്യം, പാപത്തിൽ മൃതമായിരിക്കുന്ന ആത്മാവ്, മരിച്ച ആത്മാവ്. എന്താണ് ബൈബിളിൽ മരണമെന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സിലേക്ക് മരണമെന്ന് പറഞ്ഞാൽ ഉടനെ ഓടി വരുന്നത് നിശ്ചലമായ ശരീരവും അവിടെ കുറേ പ്രാർത്ഥനകളും പാട്ടുകളും, കുറേ നേരം കഴിയുമ്പോൾ വൈദികർ വന്ന് ഒരു ശവക്കല്ലറയിൽ അടക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. അത് ആളുകൾ ഭയപ്പെടുന്നതുകൊണ്ട്, പലപ്പോഴും മരണത്തെ പലരും ഭയപ്പെടുന്നതുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മരണമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവമാണ്. എന്നാൽ ഉൽപ്പത്തിയിലെ മരണമെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ അനുഭവമൊന്നുമല്ല. ആദാമും ഹവ്വായും മരിച്ച ശേഷവും ദൈവത്തെ കാണുന്നുണ്ട്, ദൈവവുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ദൈവം അവരോട് സംസാരിക്കുന്നുണ്ട്. എല്ലാ അവസ്ഥകളും നോർമലായിട്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെന്താണ് പാപമരണത്തിൻ്റെ പ്രത്യേകത? ഒരു വ്യക്തി പാപമരണത്തിൽ പെട്ടുകഴിഞ്ഞാൽ എല്ലാം കാണാനും കേൾക്കാനും അവർക്ക് സാധിക്കും. ദൈവത്തെ പോലും കാണാൻ പറ്റും. ദൈവവുമായിട്ട് ഉള്ള സംസർഗം അഥവാ ദൈവബന്ധം തകരാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം മുറിയുന്നത് കൊണ്ട് ദൈവം നൽകുന്ന ഒരു നന്മകളും ഈ വ്യക്തിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനെയോ അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ സൽഫലങ്ങളൊന്നും ഈ വ്യക്തിക്ക് മാത്രം അനുഭവവേദ്യമല്ലാതെ വരും. ഇതാണ് പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് സമ്പന്നരായ മനുഷ്യർ സമ്പത്തുണ്ടെങ്കിലും സമ്പത്ത് അനുഭവിക്കാൻ പറ്റാതെയാവും. ആരോഗ്യമുണ്ടെങ്കിലും ജോലി ചെയ്യാനായിട്ട് ജോലിയില്ലാതെ വരും, അല്ലെങ്കിൽ ജോലിക്ക് താല്പര്യമില്ലാതെ വരും. കുടുംബജീവിതം ഉണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കില്ല. മക്കളുണ്ടെങ്കിലും മക്കളിൽ നിന്ന് ഫലം കിട്ടാതെ വരും. മാതാപിതാക്കന്മാരുണ്ടെങ്കിലും മാതാപിതാക്കന്മാരെന്ന നിലയിൽ മക്കൾക്ക് ഒരു റിസൾട്ട് അവർക്ക് ലഭിക്കാതെ വരും. ഇതാണ് ഈ പാപമരണത്തിൻ്റെ പ്രത്യേകത. ഇത്
ഇത് സത്യത്തിൽ സംജാതമാകുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്നത് ബൈബിളിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയിൽ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയുന്നു. ധനവാനായൊരു മനുഷ്യൻ, അയാൾ ഭൂമിയിൽ സമ്പന്നമായി ജീവിച്ചു. അയാളോട് ചേർന്ന് ഒരു ദരിദ്രനുണ്ടായിരുന്നു. ആ ദരിദ്രൻ അവിടുന്ന് വീഴുന്ന അപ്പക്കഷ്ണം ഭക്ഷിച്ചാണ് ജീവിച്ചിരുന്നത്. രണ്ടുപേരും മരിച്ചു. ഒരാൾ അബ്രഹാമിൻ്റെ മടിയിൽ സ്വർഗത്തിലിരിക്കുന്നു, മറ്റൊരാൾ നരകത്തിലിരിക്കുന്നു. ഈ നരകത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? പാപമരണമാണ് അയാൾ നടന്നിരിക്കുന്നത്. അയാൾ നരകത്തിലേക്ക് പോയി. നരകമെന്ന് പറയുന്നത് പാപത്തിൻ്റെ റിസൾട്ടാണ്. എന്താണ്? അയാൾക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ട്, സ്വർഗത്തെ കാണാൻ പറ്റുന്നുണ്ട്, സ്വർഗത്തിലിരിക്കുന്ന മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട്, അവരനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു സൗഭാഗ്യവും കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നു എന്നല്ലാതെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ അബ്രഹാമിനോടും ലാസറിനോടുമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു, ഒരു തുള്ളി വെള്ളം തരാനാവുമോ? സത്യത്തിൽ അബ്രഹാം പിതാവ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വലിയൊരു ഗർത്തമുണ്ട്, ഒരു വിടവുണ്ട്, ഒരു ബന്ധത്തകർച്ച നിലനിൽക്കുന്നു. അതുകൊണ്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാവില്ല, നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്കാവില്ല. അതോടൊപ്പം തന്നെ ധനവാൻ്റെ അവസ്ഥ എന്താണ്? അയാൾക്ക് ഉള്ളിൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം സമ്പാദിച്ച ഒരു ജീവിതത്തിന് ശേഷമാണ് ഇയാൾക്ക് മരണം വന്നത്. അങ്ങനെയെങ്കിൽ അയാൾ ഈ ഭൂമിയിൽ സമ്പാദിച്ച സൗഭാഗ്യങ്ങളുടെ ഒരു റിസൾട്ട് അയാൾക്ക് നരകത്തിൽ അനുഭവിക്കാൻ സാധിക്കേണ്ടതാണ്. പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇത് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെയും നിങ്ങളെടുക്കുന്ന പ്രയത്നത്തിൻ്റെയും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒന്നും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുണ്ട്. അതിന് പറയുന്ന പേരാണ് നരകം. അതുകൊണ്ടല്ലേ ഏറെ പണം സമ്പാദിച്ചു, വളരെ ശ്രദ്ധേയമായ നിലയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുന്ന ആളായി തീരുന്നു, ഏറെ പണം സമ്പാദിക്കുന്നു, അതുപോലെ തന്നെ ലോകപ്രശസ്തരായി മാറുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് അവരുടെ ജീവിതം, പ്രത്യേകിച്ച് ഈ സിനിമാ ലോകത്തൊക്കെയാണ് കൂടുതൽ പേരെയും കാണുന്നത്, നേടാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു. പണം കുറേയേറെ സമ്പാദിച്ചു, പ്രശസ്തി കിട്ടി, അവർക്ക് ഉള്ള സൗന്ദര്യത്തേക്കാൾ കൂടുതൽ അവർ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു, അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ ആകർഷിക്കപ്പെട്ടു. ഇതെല്ലാം ഉണ്ടായിട്ടും ഉള്ളിലെ ശൂന്യത കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള എത്രയോ പേരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പേരുടെ ജീവിതമാണ് ഇതെല്ലാം ഉണ്ടായിട്ട് അതിൻ്റെ മധ്യത്തിൽ ആത്മഹത്യ ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും ഉള്ളിൽ അനുഭവമായി വരാത്ത മനുഷ്യർ. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലർക്കും ഈ നരകാനുഭവം പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങും. അതിൻ്റെ ഒരു എക്സ്ട്രീം ഫോമാണ് മരണത്തിന് ശേഷമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിൽ നിന്ന് യേശുവിൻ്റെ സുവിശേഷം ഒരു വ്യക്തിയെ ശൂന്യമായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് സമ്പന്നമായ പ്രത്യാശയുള്ള ഒരു പുതിയ മാനസികാവസ്ഥയിലേക്ക് അവനെ വളർത്തുമെന്നാണ് അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞതിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ വളരണമെങ്കിൽ നമുക്ക് പുതിയ ദൗത്യങ്ങളുണ്ടാകണം. ആ ദൗത്യം എന്താണ്? ആ ദൗത്യം നമ്മൾ തിരിച്ചറിയുന്നത് ആദ്യത്തെ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമ്പോഴാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആദ്യ സദ്വാർത്ത അറിയിക്കുന്ന മാലാഖമാരാണ്. മാലാഖമാർ ഈ സദ്വാർത്ത അറിയിക്കുന്ന സമയത്ത് ഇതാ സകല ലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് കേട്ടത് ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് വീടില്ല, ഉടുപ്പില്ല, അവർക്ക് ഭൗതികമായ പല ബുദ്ധിമുട്ടുകളുള്ളവരാണ്. അതുകൊണ്ട് നല്ല വസ്ത്രമില്ല, അതുകൊണ്ട് തീ കായാനായിട്ട് അവർ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളൊന്നുമില്ല, തീ കായുക, ഉറക്കമില്ല.
അങ്ങനെ വിഷമിക്കുന്ന ആളുകളുടെ മധ്യത്തിലാണ് സദ്വാർത്ത എല്ലാവർക്കുമായിട്ട് പ്രഘോഷിച്ചതാണ്. പക്ഷേ എല്ലാവർക്കും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്കാർക്കും സദ്വാർത്ത സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ക്രൈസ്തവ സഭകൾ നേരിടുന്ന പ്രശ്നവും സഭകളിലെ ഓരോ വ്യക്തികളും നേരിടുന്ന പ്രശ്നവും ഇതാണ്. അവർക്ക് സദ്വാർത്ത സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഗാഢമായ ഒരു നിദ്ര അവരെ ബാധിക്കാൻ കാരണം അവർ വളരെ ഭൗതിക തലത്തിൽ സമ്പന്നരായി പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ സമ്പന്നരായ മനുഷ്യർ ഉറങ്ങിയപ്പോൾ ആട്ടിടയന്മാർ ഉണർന്നിരുന്നു. മാലാഖമാർ അവരെ ഇതാ ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു, രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. അവർക്ക് രക്ഷ ആവശ്യമുള്ളതുകൊണ്ട് അവർക്ക് വസ്ത്രം വേണം, വീട് വേണം, അവർക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം. അത് ആരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് ആടുകളിലൂടെയാണ് അവർ നേടാൻ ശ്രമിച്ചത്. അതിനേക്കാൾ മെച്ചപ്പെട്ട പുതിയൊരാൾ. ഇത്രയും നാളും ആടായിരുന്നു അവരുടെ രക്ഷകൻ. ഇനി പുതിയൊരാൾ ജനിച്ചപ്പോൾ അവർ ആടുകളെ വിട്ടിട്ട് രക്ഷകനെ തേടിപ്പോയി. അവർക്ക് അടയാളം കൊടുത്തത് നക്ഷത്രമൊന്നും ആയിരുന്നില്ല. പലരും ചോദിക്കുമ്പോൾ പറയാറുണ്ട് നക്ഷത്രമാണ്. നക്ഷത്രമല്ല, ആയിരുന്നില്ല. ആട്ടിടയന്മാരുടെ അടയാളം വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ കാണും, അതാണ് അടയാളം. അങ്ങനെ കീറത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ദരിദ്രനായ ഒരു ശിശുവാണ് അടയാളമെന്ന് കണ്ട് അടയാളം തേടി അവർ യാത്ര ചെയ്തു. ഇത്തരത്തിലുള്ള അടയാളമുള്ള ഇല്ലാത്ത അനേകം കുട്ടികൾ ഈ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അടയാളം വെക്കുന്നില്ല. അവസാനം അവർ കണ്ടെത്തി ഒരു ഗുഹയിൽ പ്രസവിച്ചിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് അവർ കണ്ടത്. പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞ്. നമ്മുടെ സഭാ പാരമ്പര്യം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പലരും പറയാറുണ്ട് യേശു ജനിച്ചത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പുൽക്കൂട്ടിലാണെന്ന് പറയാറുണ്ട്. പുൽക്കൂട് ജനിച്ച സ്ഥലമല്ല. കാരണം പുൽക്കൂട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്ഥലമാണ്. ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെങ്കിൽ ഏതോ ഒരു യജമാനൻ അയാളുടെ മൃഗങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. ഒരു സുരക്ഷിത ഇടമാണ് പുൽക്കൂട്. ഗുഹയെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഹിംസ്ര ജന്തുവിനെ ഭയപ്പെടുന്നവർക്കും എല്ലാം കയറിയിരിക്കാൻ പറ്റുന്ന ഇടമാണ്. ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങാം. പാമ്പുകൾക്കും തേളുകൾക്കും സിംഹത്തിനും, സിംഹത്തെ പേടിച്ച് നടക്കുന്ന മൃഗം എല്ലാത്തിനും കയറിയിരിക്കാവുന്ന ഇടമാണ്. ഒട്ടും സുരക്ഷിതത്വമല്ലാത്ത സ്ഥലമാണ് ഗുഹ. ആ ഗുഹയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമുഖത്തിൻ്റെ ഒരു സംരക്ഷണവും ഇല്ലാത്ത ഒരിടത്ത് ദൈവം രക്ഷകൻ ജനിച്ചു. ഇതാണ് അടയാളം. ആട്ടിടയന്മാർ ആ അടയാളം നോക്കി യേശുവിനെ കണ്ടെത്തി, രക്ഷകനെ കണ്ടെത്തിയതോടുകൂടിയാണ് അവർക്കൊരു ദൗത്യമുണ്ടായത്. ഇതാ ഞങ്ങളെക്കാളും ഗതികെട്ട കുഞ്ഞ്, അവന് വസ്ത്രമില്ല, അവന് ഭക്ഷണമില്ല, താമസ സൗകര്യമില്ല. അങ്ങനെയെങ്കിൽ എന്താണ് സുവിശേഷം നൽകുന്ന ദൗത്യം? എന്താണ്? ക്രിസ്തുവിനെ കണ്ടെത്താൻ, രക്ഷ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുന്നവൻ്റെ ദൗത്യം ഇതാ നമ്മളെക്കാൾ ഗതികെട്ടവനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവനിലേക്കുള്ള അകലമാണ് ക്രിസ്തുവിലേക്കുള്ള അകലം. അപ്പം നമ്മൾ പലപ്പോഴും നോക്കുന്നത് നമ്മളെക്കാൾ മെച്ചപ്പെട്ടവനിലേക്കാണ്. അതിലേക്കുള്ള വളർച്ചയാണ് നമ്മൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ നമ്മൾ അകന്നകന്നു പോകുന്നത്. നമ്മൾ വളരേണ്ടത് ക്രിസ്തുവിലേക്കാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എളിയവരിലേക്കുള്ള നമ്മുടെ ഒരു വഴി വെട്ടിത്തുറക്കണം. അതാണ് സത്യത്തിൽ ഈ ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ഹീലിംഗ് ഉണ്ട്. അതിന് കൊടുക്കേണ്ടത് പാപവിമോചനവും സദ്വാർത്തയുമാണ്. സുവിശേഷം കൊണ്ട് അവനെ മുറിവുകൾ വെച്ച് കെട്ടുക, അവൻ്റെ പാപങ്ങൾ അപ്പോസ്തോലിക ദൈവീക കൃപ കൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ അഴിക്കപ്പെടും എന്ന വചനത്താൽ അവനെ മോചിപ്പിക്കുക, പാപവിമോചനം കൊടുക്കുക. 2 ഹീലിംഗാണ്. പിന്നെ മനസ്സിൻ്റെ സൗഖ്യമുണ്ട്. മനസ്സിൻ്റെ വിമോചനം എന്ന് പറയുന്നത് അവന് പ്രത്യാശ കൊടുക്കാൻ സാധിക്കുക, അവൻ്റെ മനസ്സിന് സ്നേഹം കിട്ടുക, അവൻ്റെ മനസ്സിന് വിശ്വാസം കൊടുക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും അവൻ്റെ മനസ്സിന് കൊടുക്കാൻ സുവിശേഷത്തിന് സാധിക്കും. ഇത് ഫലപ്രദമായി കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് സുവിശേഷ ശുശ്രൂഷ ഫലപ്രദമാകുന്നത്. അതോടുകൂടി ആരോഗ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി തീരാൻ സാധിക്കും. ഇതാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചത്. വളരെ ദുർബലമായ മനസ്സുള്ളവരായിരുന്ന അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ദൗത്യമേൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിക്കുന്നതോടുകൂടി വളരെ പ്രത്യാശയുള്ള ആരോഗ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി, ധൈര്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി മാറി. ഈ ധൈര്യം
ക്രൈസ്തവരിൽ നിന്ന് ഇന്ന് ചോർന്നു പോയിട്ടുണ്ടെന്നുള്ളതൊരു സത്യമാണ്. രണ്ടാമത് വേണ്ടത് ശരീരത്തിൻ്റെ സുഖമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ പിടികൂടും. ചില രോഗങ്ങളൊക്കെ ജീവിത ശൈലി കൊണ്ട് മാറ്റിയെടുക്കാവുന്ന രോഗങ്ങളുണ്ട്. ചിലത് വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സ കൊണ്ടൊക്കെ മാറും. എന്നാൽ ദൈവത്തിൻ്റെ കരസ്പർശനം കൊണ്ട് ഈ സകല രോഗങ്ങളും, ഈ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ ശക്തിക്ക് കീഴിലാണ്. അതാണ് ഹീലിംഗ്. അതുകൊണ്ടാണ് യേശു രോഗികളെ സുഖപ്പെടുത്തിയത്. എന്തിനാണ്? അനേകം രോഗികളെ സുഖപ്പെടുത്തും. നമ്മൾ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ, സുവിശേഷ ഭാഗം എടുത്ത് നോക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തേക്കാൾ കൂടുതലുള്ളത് യേശുവിൻ്റെ ഹീലിംഗ് ശുശ്രൂഷയും ഡെലിവറൻസ് ശുശ്രൂഷയാണ്. അതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതാ, നീ രോഗിയാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ അടുക്കിലേക്ക് വന്നാൽ മതി, ഞാൻ നിന്നെ എന്നോട് ഒപ്പം നിൽക്കുക, രോഗത്തെ ഞാൻ കീഴടക്കുന്നവനാണ്. അങ്ങനെ നമ്മൾ ഹീലിംഗ് ശുശ്രൂഷ നടത്തുന്നതിനൊപ്പം തന്നെ രോഗികളായിരിക്കുന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടുവാനും അവരെ ചികിത്സിക്കുവാനും സുഖപ്പെടുത്തുവാനും ഒക്കെയുള്ള ശുശ്രൂഷ ദൈവം സുഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ നമുക്കും ദൈവം അവസരം നൽകിയിട്ടുണ്ട് പല വിധത്തിൽ അവരെ സുഖപ്പെടുത്തുവാൻ, അവരെ പരിചരിക്കുവാൻ. അതാണ് നമ്മളിപ്പോഴൊക്കെ ചെയ്യുന്ന ചാരിറ്റി ശുശ്രൂഷകൾ, പാലിയേറ്റീവ് രോഗി ശുശ്രൂഷകൾ, രോഗി പരിചരണങ്ങൾ തുടങ്ങിയ ശുശ്രൂഷകളൊക്കെ ഈ കാറ്റഗറിയിൽ വരും. മൂന്നാമത് വിമോചനമാണ്, ഡെലിവറൻസ്. എന്താണ് ഈ ഡെലിവറൻസിലൂടെ സാധ്യമാകേണ്ടത്? ഒരു വ്യക്തിയിലൂടെ നിലനിൽക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ അത് അയാളുടെ മനസ്സിനെ നിരാശയിലേക്ക് കൊണ്ടുപോകും, അയാളെ പാപത്തിൽ കൊണ്ടെത്തിക്കും. അയാൾ മാത്രമല്ല, അയാളുടെ തലമുറകൾ കൂടി നശിക്കും, അയാളുടെ ചുറ്റുപാടുകളിലേക്ക് കൂടി അയാളുടെ പാപ സ്വഭാവങ്ങൾ വ്യാപിപ്പിക്കും. അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവനും ഇല്ലാതാക്കാൻ ഒരു വ്യക്തിയുടെ പാപം കൊണ്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. നമുക്കറിയാം, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത ഇതാണ്. ഒരു വ്യക്തിയുടെ തലയിൽ ഉദിക്കുന്ന തെറ്റായ ബോധ്യം കുറേ കാലം കൊണ്ട് ഒരു വലിയ സമൂഹത്തെ മുഴുവനും വീടില്ലാത്തവരും ഉടുപ്പില്ലാത്തവരുമൊക്കെ ആക്കി തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം സദ്വാർത്ത അറിയിക്കുന്നതോടുകൂടി, അത് ഉൾക്കൊള്ളുന്നതോടുകൂടി, സ്വീകരിക്കപ്പെടുന്നതോടുകൂടി, ഫലപ്രദമായ സുവിശേഷ ശുശ്രൂഷയോടുകൂടി ഇത്തരത്തിലുള്ള അധാർമികതയും അരക്ഷിതാവസ്ഥയും ലോകത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ, തിന്മയ്ക്ക് പിന്നിൽ സാത്താൻ്റെ പ്രവർത്തനമുണ്ട്. പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തണമെങ്കിൽ നാം അതിനെ കീഴടക്കിയിരിക്കണം. അതുകൊണ്ടാണ് യേശു 40 ദിവസം ഉപവസിച്ച ശേഷം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നേരെ പോയത് സാത്താനുമായിട്ടുള്ള ഒരു യുദ്ധത്തിനാണ്. അവൻ സാത്താനെ കീഴടക്കിയ ശേഷമാണ് ദൗത്യത്തിനായി പോയത്. അതുകൊണ്ട് സുവിശേഷ ശുശ്രൂഷ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ സാത്താനെ കീഴടക്കിയവരല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾക്കിടയിൽ ഒരുപക്ഷെ സാത്താൻ അവരെ കീഴടക്കാനിടയായിത്തീരും. അവർ ചെയ്ത എല്ലാ ശുശ്രൂഷകളുടെ ഫലവും വ്യർത്ഥമായി തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഫലപ്രദമായ സുവിശേഷ ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതും നമ്മുടെ ദൗത്യമാണ്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തിന്മയുടെ വ്യാപാരങ്ങളെ ഇല്ലാതാക്കി സൗഖ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ സദ്വാർത്ത അറിയിച്ച് സുഖപ്പെടുത്തേണ്ടവരെ സുഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. സെൻറ്റ് ജോൺസ് മിഷൻ ഓഫ് അതിൻ്റെ 25 വർഷം പിന്നിടുമ്പോൾ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ ആശീർവാദത്തോടുകൂടി ആരംഭിച്ച ഈ ശുശ്രൂഷ ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും അതുപോലെ നമ്മുടെ ജോണി തോളല്ലി, മറ്റ് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ തുടങ്ങി അൽമായ സമൂഹം എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഈ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതോടൊപ്പം സഭയുടെ മിഷൻ ദൈവം തങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന നിലയിൽ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകളിൽ വിശ്വസ്തത പുലർത്തുവാൻ ദൈവം അവർക്ക് കൃപയും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സെൻറ്റ് ജോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ലോക സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായ
ജീവൻ്റെ വചനം എന്ന ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ 100ാമത് എപ്പിസോഡിൽ ആ ശുശ്രൂഷയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടും പ്രസംഗിച്ചും നമ്മെ അനുഗ്രഹിച്ച് നമ്മെ ധന്യരാക്കിയ ഇടുക്കി ഭദ്രാസനാധിപനും തൂത്തുകുട്ടി ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായ അഭിവന്ദ്യ പിതാവായ സക്രിയാസ് മാർ ഫെലിക്സിനോസ് തിരുമനസിനോട് ഈ പ്രസ്ഥാനത്തിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും വിധേയത്വവും തൃപ്പാദത്തിൽ തൃക്കരം മുത്തി സമർപ്പിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവർക്കും ഇത് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെൻറ്റ് ജോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലും നിങ്ങൾക്ക് പങ്കാളികളാകുവാൻ അവസരമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന ധ്യാനയോഗങ്ങളിലും മാസത്തിൻ്റെ 3ാമത്തെ ഞായറാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച അവസാനിക്കുന്നതായ ആന്തരിക വിശുദ്ധീകരണ ധ്യാനത്തിലും എല്ലാ 2ാം തിങ്കളാഴ്ച 6:30 മണി മുതൽ 12:30 വരെ നടത്തപ്പെടുന്നതായ ആ പ്രാർത്ഥനാ യോഗത്തിലും അതുപോലെ തന്നെ എല്ലാ മാസത്തിൻ്റെയും ആദ്യ ഞായറാഴ്ച പ്രക്ഷേപണം നടത്തുന്നതായ ജീവൻ്റെ വചനം എന്ന ശുശ്രൂഷയിലെല്ലാം നിങ്ങൾക്ക് പങ്കാളികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവോന്മുഖമായി ജീവിക്കുവാനും ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സെൻറ്റ് ജോൺസ് മിഷൻ നടത്തപ്പെടുന്നതായ വിവിധ പ്രോഗ്രാമുകൾ 77ഓളം കുഞ്ഞുങ്ങളെ അവരെ പഠിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതായ 2 ഓർഫനേജുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ മറ്റനവധിയായ പ്രവർത്തനങ്ങളും സെൻറ്റ് ജോൺസ് മിഷൻ നടത്തപ്പെടുന്നു. ഭാരതത്തിൽ യേശുവിനെ അറിയുവാൻ വേണ്ടി മിഷണറിമാരെ അയച്ച് യേശുവിനെ അറിയാത്ത ആളുകളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി മിഷണറി പ്രവർത്തനം നടത്തുന്നതിലൊക്കെയും നിങ്ങൾക്ക് ഭാഗവാക്കാകാം. ഏതെല്ലാം വിധത്തിൽ ഈ പ്രസ്ഥാനത്തോട് സഹകരിക്കാമോ അതെല്ലാമുള്ള അവസരമുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.